അവൻ ശ്രേഷ്ഠനാമം. സർവമഹത്വത്തിനും യോഗ്യനവൻ. യാഗെന്നല്ലോ അവൻ ശ്രേഷ്ഠനാമം. എന്റെ ദൈവമോ അവനുന്നതനല്ലോ. എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. എന്റെ ദൈവമോ അവനുന്നതനല്ലോ. എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. മഹത്വവും തേജസ്സും ധരിച്ചിടുന്നു. തിരശീല പോൽ മാനത്തെ വിരിപ്പോ. മഹത്വവും തേജസ്സും ധരിച്ചിടുന്നു. തിരശീല പോൽ മാനത്തെ വിരിപ്പോ. മേഘങ്ങളെ തന്റെ തേരാക്കിയും കാറ്റിൻ ചിറകിൻ മീതെ സഞ്ചരിക്കുന്നു. മേഘങ്ങളെ തന്റെ തേരാക്കിയും കാറ്റിൻ ചിറകിൻ മീതെ സഞ്ചരിക്കുന്നു. എന്റെ ദൈവമോ അവനുന്നതനല്ലോ. എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. എന്റെ ദൈവമോ അവനുന്നതനല്ലോ. എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. കാറ്റിനെ തൻ ദൂതന്മാരായി നിയമിക്കുന്നു. അഗ്നിജ്വാലയെ തന്റെ സേവകരായും. കാറ്റിനെ തൻ ദൂതന്മാരായി നിയമിക്കുന്നു. അഗ്നിജ്വാലയെ തന്റെ സേവകരായും. മരണപാതാളത്തിൻ താക്കോലുള്ളവൻ. എന്നേക്കും നിത്യജീവനേകിടുന്നവൻ. മരണപാതാളത്തിൻ താക്കോലുള്ളവൻ. എന്നേക്കും നിത്യജീവനേകിടുന്നവൻ. എന്റെ ദൈവമോ അവനുന്നതനല്ലോ. എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. എന്റെ ദൈവമോ അവനുന്നതനല്ലോ. എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. മാറത്തു പൊൻകച്ചയണിഞ്ഞവനായി 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും. മാറത്തു പൊൻകച്ചയണിഞ്ഞവനായി 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും. അവൻ മൊഴി ഹിമത്തേക്കാൾ വെണ്മയുള്ളതും. കണ്ണുകളോ അഗ്നിജ്വാലയ്ക്കൊത്തതും. അവൻ മൊഴി ഹിമത്തേക്കാൾ വെണ്മയുള്ളതും. കണ്ണുകളോ അഗ്നിജ്വാലയ്ക്കൊത്തതും. എന്റെ ദൈവമോ അവനുന്നതനല്ലോ. എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. എന്റെ ദൈവമോ അവനുന്നതനല്ലോ. എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. എൻ മനമെന്നെന്നും വാഴ്ത്തിയിടുമേ. സ്തുത്യനാം ദൈവത്തെ പുകഴ്ത്തിയിടുമേ. എൻ മനമെന്നെന്നും വാഴ്ത്തിയിടുമേ. സ്തുത്യനാം ദൈവത്തെ പുകഴ്ത്തിയിടുമേ. സർവമഹത്വത്തിനും യോഗ്യനവൻ. യാഗെന്നല്ലോ അവൻ ശ്രേഷ്ഠനാമം. സർവമഹത്വത്തിനും യോഗ്യനവൻ. യാഗെന്നല്ലോ അവൻ ശ്രേഷ്ഠനാമം. എന്റെ ദൈവമോ അവനുന്നതനല്ലോ. എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. എന്റെ ദൈവമോ അവനുന്നതനല്ലോ. എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
ദൈവ ഇഷ്ടം എന്നുള്ളതാണ് ഒരു ചിന്താ വിഷയം. ദൈവത്തിൻ്റെ ഹിതം അത് വായിക്കാം. യോഹന്നാന് ശേഷം 4-ാം അധ്യായത്തിന് 34-ാം വാക്യം വായിക്കാം. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. എൻ്റെ ആഹാരം എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ്. യോഹന്നാന് ശേഷം 6-ാം അധ്യായം 38-ാം വാക്യം. എൻ്റെ ആഹാരം, എൻ്റെ ഭക്ഷണം എന്നെ അയച്ച സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെയാണ്. സ്തോത്രം. 6:38. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. വളരെ വളരെ ക്ലിയറാണ് കർത്താവിൻ്റെ ഉദ്ദേശം. വന്നതിന് ഒന്നേ ഉള്ളൂ, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക, പിതാവിൻ്റെ ഹിതം നിറവേറ്റുക. സ്തോത്രം. ദൈവങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരണം. ദൈവ ഇഷ്ടം നടക്കണം, എൻ്റെ ഇഷ്ടമല്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയം അതുതന്നെയാണ് പഠിക്കേണ്ടത്. ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത്? ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഒരു ജോലി ഉണ്ട്. ആ ജോലി എങ്ങനെയെല്ലാം കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുമോ? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്ന ജോലിയിൽ കൂടി, ഞാൻ ചെയ്യുന്ന ജോലിയിൽ കൂടി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണം. ദൈവത്തിൻ്റെ കണ്ണത് കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജോലി ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഓഫീസ് ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രവർത്തന രംഗം ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറന്നിരിക്കാൻ സാധിക്കില്ല. എപ്പോഴും കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജോലിയിൽ കൂടി നിറവേറണം. ജോലി ചെയ്യുന്നു, ഉപജീവനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു, വേണമല്ലോ. നമുക്ക് ഉപജീവനം നടക്കണമല്ലോ, നമുക്ക് ഭക്ഷണം കഴിക്കണമല്ലോ, നമുക്ക് വസ്ത്രം വേണമല്ലോ. പക്ഷേ എല്ലാറ്റിലും എൻ്റെ ജോലി സ്ഥലത്ത് എനിക്കുള്ള ശമ്പളം കിട്ടുന്നു എന്നുള്ളതിന് തീർച്ചയായിട്ടും ആവശ്യമുണ്ട് എനിക്ക്. കാരണം എനിക്ക് ഉപജീവനം ആവശ്യമാണ്. പക്ഷേ എനിക്ക് എൻ്റെ ജോലി സ്ഥലത്ത് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറണം. ഞാൻ പ്രവർത്തിക്കുന്ന രംഗത്ത് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറണം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പലരും പല ജോലികൾ ചെയ്യുന്നവരാണല്ലോ. ഏതെങ്കിലുമൊക്കെ ജോലിയാണല്ലോ നിങ്ങൾക്കുള്ളത്. ആ ജോലി സ്ഥലത്ത് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറുന്നുണ്ടോ? യേശുക്രിസ്തു എന്നെ കാണുന്നു, യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു, യേശുക്രിസ്തു എനിക്ക് വേണ്ടി കരുതുന്നു. എന്നെ സ്നേഹിക്കുന്ന ക്രിസ്തുവിൻ്റെ ഇഷ്ടം ഈ ജോലി സ്ഥലത്ത് നിറവേറണം. നാം ചിന്തിക്കാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. വീട് വായിക്കാം. മർക്കോസ് 3:33, മത്തായി 12:50. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവഹിതം നിറവേറുക എന്നുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. സ്തോത്രം. അവൻ അവരോട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ആര് എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. സഹോദരനും സഹോദരിയും അമ്മയും ആരാണ്? ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരാണ്. കർത്താവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ പറഞ്ഞു, അതേ അമ്മയും സഹോദരന്മാരും നിന്നെ കാത്തു നിൽക്കുന്നു. എൻ്റെ അമ്മയും സഹോദരന്മാരും ആര്? എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം അനേകം ജോലി കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, അനേകം ബന്ധപ്പാടുള്ളവരാണ്. എന്നാൽ ഞാൻ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണം, ദൈവത്തിൻ്റെ ഹിതം നിറവേറണം. അതാണ് എൻ്റെ അമ്മയെപ്പോലെ ഞാൻ അവരെ കാണും, എൻ്റെ സഹോദരനെയും സഹോദരിയെയും പോലെ ഞാൻ അവരെ കാണും. സ്തോത്രം. എന്തൊരു ഭാഗ്യം. എൻ്റെ അമ്മയെപ്പോലെ ഞാൻ അവരെ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരെ ഞാൻ കാണും. എൻ്റെ സഹോദരനെയും സഹോദരിയെയും പോലെ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരെ ഞാൻ കാണും. മത്തായി 12:50. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആവുന്നു എന്ന് പറഞ്ഞു. വീണ്ടും പറയുകയാണ്, സ്വർഗസ്ഥനായ പിതാവിനെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും സഹോദരിയുമാകുന്നു എന്ന് പറഞ്ഞു. മത്തായി 7:10, ലൂക്കോസ് 11:27. മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ?
അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. ലൂക്കോസ് 11:27. ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. നിന്റെ അമ്മ ഭാഗ്യമുള്ളവളാണെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. അതിന് അവൻ, അല്ല, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്ര ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. അല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം കേട്ട് പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും സഹോദരിയും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. 2 ശമൂവേൽ 15:15. രാജഭൃത്തന്മാർ രാജാവിനോട്, യജമാനായ രാജാവിൻ്റെ ഹിതമൊക്കെയും അടിയങ്ങൾക്ക് സമ്മതം എന്ന് പറഞ്ഞു. രാജഭൃത്യന്മാർ രാജാവോട് പറയുകയാണ്, യജമാന രാജാവിൻ്റെ ഹിതമൊക്കെ ഞങ്ങൾക്ക് സമ്മതമാണ്. സ്തോത്രം. വിവാഹാലോചന നിങ്ങൾ ചിന്തിക്കണം. എൻ്റെ കർത്താവേ, നീ എനിക്ക് ഒരാലോചന തന്ന് നിൻ്റെ ആലോചനയാണെന്ന് മനസ്സിലാക്കിയാൽ എനിക്കത് സമ്മതമാണ്. സ്തോത്രം. രാജാവിൻ്റെ ഹിതമൊക്കെയും എനിക്ക് സമ്മതം തന്നെ. ഒരു വിവാഹാലോചന നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ സ്വന്തമായി ഒരു വിവാഹാലോചനയിലേക്ക് കടക്കരുത്. തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കണം. മാതാപിതാക്കളുടെ അംഗീകാരം, അവരുടെ ഇംഗിതം അറിയണം, അവരുടെ താല്പര്യം അറിയണം. അല്ലാതെയുള്ള ലവ് മാരേജസ്, പ്രേമവിവാഹങ്ങൾ ശരിയായിരിക്കില്ല, നല്ലതല്ല. മാതാപിതാക്കളുടെ ആശിസ്സോടുകൂടി വിവാഹം ആലോചിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ താല്പര്യം തോന്നുന്നത് പാവമൊന്നുമല്ല, പേടിക്കണ്ട. ഒരു വിവാഹാലോചന നിങ്ങൾക്ക് തോന്നുന്നു, വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു, പാവമല്ല. പക്ഷേ നിങ്ങളത് നിങ്ങളുടെ മാതാപിതാക്കളുടെ അവരോട് ചോദിക്കണം. അവർ നിങ്ങളെ ഏതായാലും കൂടുതൽ കാലം പോയി ജീവിച്ചവരാണല്ലോ, അനുഭവ സമ്പത്തുണ്ടല്ലോ, അവരോട് ചോദിക്കണം. പിന്നെ പ്രാർത്ഥിക്കണം. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണം. ദൈവ ഇഷ്ടമാണോ ഈ ആലോചന? ദൈവ ഇഷ്ടമാണോ? കർത്താവേ, ദൈവ ഇഷ്ടം അല്ലെങ്കിൽ മാറ്റിക്കൊള്ളണമേ, എൻ്റെ ഇഷ്ടം നടക്കണ്ട. ഇത് ദൈവ ഇഷ്ടമാണെങ്കിൽ നടത്തി തരണേ, എൻ്റെ ഇഷ്ടം നോക്കണ്ട. ഇങ്ങനെ ചില വ്യക്തമായ നിഷ്ഠകൾ നിങ്ങൾക്ക് വേണം. വ്യക്തമായ നിഷ്ഠകൾ, ജീവിതത്തിൽ വ്യക്തമായ പ്രതിഷ്ഠകൾ നിങ്ങൾക്ക് വേണം. വ്യക്തമായ വ്രതങ്ങൾ നിങ്ങൾക്ക് വേണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഒരാളെ നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ല എവിടെയെങ്കിലും വെച്ചോ കണ്ടു, പരിചയപ്പെട്ടു, വിവാഹം കഴിക്കാമെന്ന് തോന്നി, അത് തെറ്റല്ല. പക്ഷേ നിങ്ങൾ ആ വ്യക്തിയോട് അടുക്കുന്നതിന് മുമ്പ് നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് നിങ്ങൾ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കണം. എങ്ങനെയാണ് ഈ ദൈവഇഷ്ടം അറിയുന്നത്? വേദപുസ്തകം മറിച്ച് നോക്കിയൊന്നുമല്ല ദൈവഇഷ്ടം അറിയുന്നത്. വേദപുസ്തകം മറിച്ച് നോക്കി വചനം വായിച്ചിട്ടല്ല ദൈവഇഷ്ടം അറിയുന്നത്. ദൈവഇഷ്ടമാണോ നോക്കി പുസ്തകത്തിൽ ഏതെങ്കിലും ഭാഗം കണ്ടാൽ ദൈവഇഷ്ടമാണെന്ന് വിചാരിക്കുക, അങ്ങനെയല്ല. അതെല്ലാം പ്രാകൃതമായ ചില സമ്പ്രദായങ്ങളാണ്, ദൈവങ്ങൾക്ക് ചേർന്നതല്ല. ദൈവഇഷ്ടം അറിയുന്നത് തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വഴികൾ തെളിഞ്ഞു കിട്ടും. വ്യക്തമാണ് കാര്യം. തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കണം, മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കണം. കർത്താവേ, നീ എന്നെ സ്നേഹിക്കുന്നുവല്ലോ, നീ എന്നെ കരുതുന്നുവല്ലോ, എനിക്ക് നിൻ്റെ ഹിതം അറിയണം. നിൻ്റെ ഹിതപ്രകാരമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. നിൻ്റെ ഹിതപ്രകാരം മുന്നോട്ട് പോകണം. ഒരു ബിസിനസ് തുടങ്ങാൻ ആരംഭിക്കുന്നു. ദൈവമേ, നിനക്ക് ഹിതമാണോ, നിനക്ക് ഇഷ്ടമാണോ, എനിക്കറിയാൻ വയ്യല്ലോ, ഞാൻ അപകടത്തിലാകുമോ? കർത്താവേ, എനിക്ക് വലിയൊരു നഷ്ടത്തിന് കാരണമായി തീരുമോ? നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ നോക്കുന്നു. കർത്താവേ, വിദേശത്തേക്ക് പോകണമെന്നൊക്കെ പലരും പറയുന്നു. പക്ഷേ എനിക്ക് വിദേശത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവിക്കാൻ കഷ്ടിച്ച് മതിയാകുന്ന ഒരു ജോലി ഉണ്ടെങ്കിൽ വിദേശത്തേക്കൊന്നും പോകാതിരിക്കുന്നത് നല്ലത്. ജീവിച്ചു പോകാൻ ഏതെങ്കിലും തരത്തിൽ ചെറിയൊരു ജോലി ഉണ്ടെങ്കിൽ, ഒരു ചെറിയ രീതിയിലൊരു വരുമാനമെങ്കിലും ഉണ്ടെങ്കിൽ വിദേശത്ത് പോകരുത്. ശമ്പളം കൂടുതൽ കിട്ടുമായിരിക്കും, പക്ഷേ അതിനെ തുടർന്നുണ്ടാകുന്ന ദുരിതങ്ങൾ വിദേശത്തുള്ളവരെ അറിയാം. അവരനേകം പേര് ഇരിക്കുന്നുണ്ടല്ലോ, വിദേശത്തുള്ളവർ. വിദേശത്തേക്ക് പോയതിനെ തുടർന്നുണ്ടാകുന്ന
മെൻ്റൽ ടെൻഷൻസ്, ഈ മാനസികമായ പ്രയാസങ്ങൾ, ഇന്നെല്ലാം യാതനകളാണ് ഓരോരുത്തരും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകർ തീ തിന്നുകയാണ്, അനേകർ ദുരിതം അനുഭവിക്കുകയാണ്, അനേകർ യാതനയിലും വേദനയിലുമാണ്, അനേകർ കടത്തിലാണ്. നമ്മൾ വിചാരിക്കുന്ന നല്ല ശമ്പളമാണെന്ന്. വെയിൽ കൊണ്ട് കറുത്ത്, വെയിൽ കൊണ്ട് എരിപുരിക്കൊണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എന്നാൽ കടത്തിൽ മുങ്ങി വലയുന്നവർ. എല്ലാവരും അങ്ങനെയല്ല, എല്ലാവരും അങ്ങനെ വെയിലുള്ളുന്നില്ലായിരിക്കും. പക്ഷേ അനേകം പേര് ഈ നാട്ടിൽ നിന്ന് ദേശത്തേക്ക് പോകാൻ പലരും ആഗ്രഹിക്കുന്നു. നാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ചെറിയ ജോലി ഉണ്ടെങ്കിൽ ദേശത്തേക്ക് പോകാൻ നോക്കരുത്. അനേകരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനീ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. സ്വന്തം നാട്ടിലാണ് നിങ്ങളുടെ വേര്. നിങ്ങളുടെ വേര് ഈ നാട്ടിലാണ്. ഈ സ്വന്തം വേരുള്ള നാട്ടിൽ നിങ്ങൾ ജീവിക്കണം. അതുകൊണ്ട് വിദേശത്ത് പോകണ്ട എന്ന് പറഞ്ഞില്ല. വിദേശത്ത് പോകുന്നത് പാവമാണെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും അല്ല കേട്ടോ, പേടിക്കണ്ട. ഇത് അനേകരും ഇന്ന് അനുഭവിക്കുന്ന യാതനകൾ ഞാൻ കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. ദുരിതം പിടിച്ച ജീവിതം, യാതനയേറ്റ ജീവിതം, ഭാരപ്പെട്ട ജീവിതം, ആവശ്യഭാരങ്ങൾ ഞെരുങ്ങുന്ന ജീവിതം, മുന്നോട്ട് പോകാൻ വഴി കാണാതെ വലയുന്ന ജീവിതം, 4-5 മാസമായിട്ട് ശമ്പളം കിട്ടാത്ത അനേകം പേരുണ്ട്. അല്ല, അതിൽ കൂടുതൽ നാൾ ശമ്പളം കിട്ടാത്തവരുണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവഹിതമാണോ ഞാൻ വിദേശത്തേക്ക് പോകുന്നത്? ചിന്തിക്കണം. ദൈവഹിതമാണോ? ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ പോയത് 1997 അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പിന്നെ പോയപ്പോഴെല്ലാം ആലീസും കൂടെ ഉണ്ടായിരുന്നു. അന്ന് ആദ്യമായിട്ട് അമേരിക്കയിൽ ചെന്നപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ കർത്താവേ, എനിക്ക് ശ്വാസം മുട്ടുന്നല്ലോ എന്ന്. അവിടെയുള്ളവരുടെ ബന്ധപ്പാടും രാവിലെ പകലെന്നുള്ള അധ്വാനമൊക്കെ കണ്ടപ്പോഴേ എൻ്റെ കർത്താവേ, എന്ത് യാതന പറ്റിയ ജീവിതം. കുറച്ച് ഡോളറിന് വേണ്ടി, രൂപയ്ക്ക് വേണ്ടിയുള്ളതായ അധ്വാനം. ആളുകൾ ഇവിടെയുള്ളവർ ധരിക്കുന്നു അവിടെയെല്ലാം സ്വർഗമാണെന്ന്. സ്വർഗഭൂമിയാണ്, ഭൂമിയിലെ സ്വർഗമാണെന്ന് ധരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവർക്ക് അനേകം പേര് ദുരിതപ്പെട്ട് കഴിയുന്നു. ഇംഗ്ലണ്ടിലും അതെ. ന്യൂസിലൻഡിലെ കാര്യം എനിക്ക് അത്രയ്ക്ക് അറിഞ്ഞുകൂടാ. ഒരിക്കൽ മാത്രമേ അവിടെ പോയിട്ടുള്ളൂ. എനിക്ക് അത്രയ്ക്ക് അവിടെ അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞു. ഓസ്ട്രേലിയ, ന്യൂസിലൻഡിലുള്ള കാര്യങ്ങൾ അത്രയ്ക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഒന്നല്ലെങ്കിൽ ഒന്ന് യാതനയിലും ദുഃഖത്തിലുമാണ്. പല പ്രയാസങ്ങൾ. നാട്ടിലുള്ളവർക്ക് ദുഃഖമില്ലെന്നല്ല കേട്ടോ, നാട്ടിലുള്ളവർക്കും കടങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. എല്ലാറ്റിലും നിങ്ങൾ ഓർക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടമാണോ എൻ്റെ ജീവിതം? എൻ്റെ ഓരോ ചുവടുവെപ്പും ദൈവ ഇഷ്ടപ്രകാരമാണോ? ദൈവത്തിന് സ്തോത്രം. 12ാം ക്ലാസ് കഴിഞ്ഞു, ഇനി എങ്ങനെ ഏത് വഴിക്കാണ് പോകേണ്ടത്? അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനി എന്താ പഠിക്കേണ്ടത്? ഞാൻ പോകേണ്ടതായ പഠനത്തിനുള്ള കോഴ്സ് എന്താണ്? എനിക്ക് ഞാൻ എടുക്കേണ്ടതായ സ്കീം എന്താണ്? ചെറുപ്പക്കാർ ചിന്തിക്കണം, അത് ആലോചിക്കണം, പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെ പോകണം, എങ്ങനെ മുന്നോട്ട് പോകണം? സ്തോത്രം. വീട് വയ്ക്കാൻ നിങ്ങൾ ആരെക്കൊണ്ട് സ്ഥാനം കാണിക്കുകയൊന്നും ചെയ്യണ്ട, സ്ഥാനം കാണണ്ട. കിണർ കുഴിക്കാൻ സ്ഥാനം കാണണ്ട. അതിന് ജ്യോത്സ്യനെ വരുത്തി അല്ലെങ്കിൽ മന്ത്രവാദികളെ വരുത്തിയൊന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. പ്രാർത്ഥിക്കണം. നിങ്ങൾക്കുള്ള ബുദ്ധി ഉപയോഗിച്ച് വെളിച്ചം കിട്ടാവുന്ന സ്ഥലം, വെള്ളം കിട്ടാവുന്ന സ്ഥലം, അതെല്ലാം നിങ്ങൾക്ക് കിട്ടാനുള്ള ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ അത് കണ്ടുപിടിക്കണം. അവിടെയും പ്രാർത്ഥനയാണ് ആവശ്യം. പ്രാർത്ഥന, മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം. സ്തോത്രം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം മുതൽ വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം മുതൽ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടം. ഇതെന്തെല്ലാം നടത്തിയാലും, ഏതെല്ലാം വഴിക്ക് പോയാലും നിങ്ങളുടെ ശുദ്ധീകരണം,
നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കണം. നിങ്ങളുടെ ഉള്ളം കഴുകപ്പെടണം, അകം കഴുകപ്പെടണം, ഉള്ളം കഴുകപ്പെടണം. ദൈവത്തിന് സ്തോത്രം. അകത്ത് ഒരുപിടി മാലിന്യങ്ങളുണ്ട്. അകത്ത് ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തെല്ലാം മാലിന്യങ്ങൾ, അകത്തുള്ള ചിന്തകൾ. പിശാച് എന്തെല്ലാം ചിന്തകളെ കൊണ്ട് തരുന്നത്. ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ ഓർക്കും, അയ്യോ ഇത് ഞാൻ ആഗ്രഹിക്കുന്നതല്ലല്ലോ, എന്താ എനിക്ക് ചിന്ത വന്നത്? അപ്പോഴാണ് നിങ്ങൾ പറയേണ്ടതാണ്, വചനം കൊണ്ട് പിശാചിനെ വെട്ടണം. പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഉച്ചയ്ക്ക് തോന്നുന്ന കാറ്റിനെയും രാത്രി സഞ്ചരിക്കുന്ന വചനത്തെയും പേടിക്കേണ്ട. സ്തോത്രം. ഉടനെ വചനമെടുക്കണം, വചനം നാവിലെടുക്കണം. ആരും അറിയണ്ട. അരുതാത്തൊരു ചിന്ത വരുന്നു. അപ്പോൾ പറയണം, ദൈവത്തിന് സ്തോത്രം, പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഉച്ചയ്ക്ക് തോന്നുന്ന കാറ്റിനെയും രാത്രി സഞ്ചരിക്കുന്ന വചനത്തെയും നീ പേടിക്കേണ്ട. ദൈവം നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന് നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ സമർപ്പണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ദൈവസന്നിധിച്ചല്ല. സമർപ്പണം എടുത്തു കഴിഞ്ഞാൽ, എൻ്റെ ആയുസ് യേശു ക്രിസ്തു കൊടുത്തു എന്നുള്ള സമർപ്പണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെല്ലാം, കർത്താവേ ഞാൻ വേറൊന്നും നിന്നോട് ചോദിച്ചില്ലല്ലോ, എനിക്കൊരു വിശുദ്ധനായി ജീവിക്കണമെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. പിശാചിൻ്റെ കടിയിൽ നീ എന്നെ വിടുവിക്കണമേ. പ്രാർത്ഥിക്കാം. ഞാൻ വേറെ ഒന്നും നിന്നോട് ചോദിച്ചില്ലല്ലോ. ഏതെല്ലാം പ്രതിസന്ധി വന്നാലും, ആരെല്ലാം എതിർത്താലും, ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും ഞാൻ നിന്നോട് വേറൊന്നും ചോദിച്ചില്ലല്ലോ. ഒറ്റയ്ക്കൊരു കാര്യമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. നിൻ്റെ വിശുദ്ധനായി തീരണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ലല്ലോ. അത് നീ കേട്ടതല്ലേ, ഞാൻ പറഞ്ഞതൊക്കെ നീ അറിഞ്ഞതല്ലേ. കർത്താവേ, നീ എന്നോട് മനസ്സിലിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ശത്രു അവൻ എയ്യുന്ന അസ്ത്രങ്ങളൊന്നും ഏൽക്കാതെ വണ്ണം എനിക്ക് ചുറ്റും ഒരു പരിചയം പലകയുമായി നിൽക്കണമേ. കർത്താവേ, ദുഷ്ടൻ്റെ തീയമ്പുകളിനെ ഏൽക്കാതെ വണ്ണം എനിക്ക് ചുറ്റും കർത്താവേ നീ ഒരു കോട്ട കെട്ടണമേ. രക്തത്തിൻ്റെ വലയത്തിനുള്ളിൽ നീ എന്നെ നിർത്തണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങൾ തന്നെ സമർപ്പിക്കണം. അനേകം പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് വേറൊന്നും ഞാൻ നിൻ്റെ ചോദിച്ചില്ല, നിൻ്റെ ഇഷ്ടം നിറവേറണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. സ്തോത്രം. ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും, ആരെല്ലാം വെറുത്താലും, ആരെല്ലാം എന്നെ ചെറുത്താലും, ആരെല്ലാം ശത്രുതാമനോഭാവം പുലർത്തിയാലും ഞാൻ നിന്നോട് ഒറ്റയ്ക്കൊരു കാര്യമല്ലേ പറഞ്ഞുള്ളൂ. സ്തോത്രം. ധൈര്യമായി ചോദിക്കണം, ധൈര്യമായി ദൈവത്തോട് ചോദിക്കണം, ധൈര്യമായി കൃപാസനത്തിന് അടുത്തിലേക്ക് ചെന്ന് ചോദിക്കണം. തത്സമയത്ത് സഹായത്തിന് കൃപ പ്രാപിപ്പാനായി ധൈര്യമായി കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക, ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. പറഞ്ഞോളാം, കർത്താവേ എൻ്റെ ആയുസ് നിനക്ക് തന്നതല്ലേ, ഈ ദേഹവും ദേഹിയും ആത്മാവും നിന്നെ ഞാൻ ഏൽപ്പിച്ചതല്ലേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ചുവടുവെപ്പുകളും നിന്നെ ഞാൻ പരമേൽപ്പിച്ചതല്ലേ, എനിക്ക് വേറെ ഉദ്ദേശമില്ലല്ലോ. എന്നെ നീ ഒന്ന് തൊടണം. ഹല്ലേലൂയ. നിൻ്റെ കരം എൻ്റെ മേലൊന്ന് വെക്കണം, എന്നെ നീ ഒന്ന് അനുഗ്രഹിക്കണം. കർത്താവേ, എനിക്ക് ഇഹലോകത്തിലെ ജീവിതം സമാധാനപൂർണ്ണമായി നയിക്കണം. എൻ്റെ കർത്താവേ, ഒരിക്കൽ ഞാൻ കണ്ണടയുമ്പോൾ നിൻ്റെ രാജ്യത്തിലേക്ക്, നിൻ്റെ തിരുസന്നിധിയിലേക്ക് എനിക്ക് പറന്നെത്തണം. ഹല്ലേലൂയ. വേറൊന്നും വേണ്ട കർത്താവേ, വേറൊന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. കർത്താവേ, ഒരിക്കൽ കാഹളനാദം മുഴങ്ങുമ്പോൾ അങ്ങോട്ട് പറന്നു വരണം. അല്ല, മരണമൊഴിയായിട്ട് ഈ ഭൂമിയിൽ മാറ്റപ്പെടുമ്പോൾ എൻ്റെ സന്നിധിയിലേക്ക് പറന്നെത്തണം. അവിടെ വരാൻ മാലാഖമാരെന്നെ കൂട്ടിക്കൊണ്ടു പോകണം. കർത്താവേ, ലാസറിനെ ദൂതന്മാർ കൂട്ടിക്കൊണ്ടു പോയതുപോലെ കർത്താവേ, പരിശുദ്ധമായ നിലയിലേക്ക് എന്നെ നിൻ്റെ മാലാഖമാർ കൂട്ടിക്കൊണ്ടു പോകണം. വേറെ എനിക്കൊന്നും വേണ്ട. ഹല്ലേലൂയ. വേറെ എനിക്കൊന്നും വേണ്ട എന്ന് നിങ്ങൾ ദൈവത്തോട് പറയണം. ഭാരങ്ങളെല്ലാം മാറും, ആകുലങ്ങളെല്ലാം മാറും, കാർമേഘങ്ങളെല്ലാം നീങ്ങും, എല്ലാ കാർമേഘങ്ങളും മാറിപ്പോകും. ജീവിതത്തിൽ കാർമേഘ പടലങ്ങൾ ഉയരത്തിൽ നിൽക്കുന്ന അനുഭവിക്കുന്നവരാരെല്ലാം ഉണ്ട്? നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കിയാൽ സൂര്യനെ കാണാൻ പറ്റാതെ കാർമേഘ പടലങ്ങൾ തിങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്ന ആരെല്ലാം ഉണ്ട്? നിരാശയുടെ കാർമേഘ പടലങ്ങൾ. ദൈവമേ, അനേകം നിരാശാകരമായ കാര്യങ്ങൾ, മനസ്സിനെ ആകുലപ്പെടുത്തുന്നതായ കാര്യങ്ങൾ കാർമേഘ പടലങ്ങളായി മുകളിൽ തിങ്ങി നിൽക്കുന്നുണ്ട്. നോക്കിയിട്ട് സൂര്യനെ കാണുന്നില്ല. ഇതിനു മുൻപ് സൂര്യനെ കണ്ടുകൊണ്ടിരുന്നു, ഇപ്പോൾ സൂര്യനെ കാണുന്നില്ല. സൂര്യനെ കാണാത്തതുകൊണ്ട്
ഇരുളടഞ്ഞ് നിൽക്കുന്നു, കാർമേഘ പടലങ്ങൾ തങ്ങി നിൽക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ചില നിരാശയുടെ കാർമേഘ പടലങ്ങൾ കർത്താവേ, കരിമേഘങ്ങൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. സൂര്യൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ, സൂര്യൻ മറഞ്ഞിരിക്കുന്നല്ലോ. അങ്ങനെ വിഷമിക്കുന്നതിൻ്റെ ആരെല്ലാം ഉണ്ട്? നിങ്ങൾ മുകളിലേക്ക് നോക്കുക, അവിടെ നീതി സൂര്യൻ ഉദിച്ചു നിൽക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാർമേഘ പടലങ്ങൾ മാറുന്നുണ്ട്, സ്വർഗീയ കാറ്റ് വീശുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശുമ്പോൾ എല്ലാ കാർമേഘങ്ങളും മാറിപ്പോകുന്നുണ്ട്, എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകുന്നുണ്ട്, എല്ലാ ഇരുളുകളും മാറുന്നുണ്ട്, കരിമേഘങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നുണ്ട്, കരിനീല മേഘങ്ങളെല്ലാം മാറി ഇതാ മാനം തെളിയുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, കരുണയിൽ കാക്കണമേ, എതിരക്താൽ പൊതിയണമേ, എതിരനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. കരങ്ങളെ താഴ്ത്തിയിടുക.